എന്ത് ഇനി ഇതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? ആരെന്ത് പറഞ്ഞാലും ഈ LDFന്റെ ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇനി സ്വപ്നം കാണാൻ പറ്റില്ല. ഇതുപോലത്തെ ഒരു സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഇനി ഉണ്ടാകാൻ പോണില്ല ഇനി ഈ ഒരു കാലത്ത്. ഞാൻ ഒരു UDF-കാരനാണ്. RSP കൊച്ചി മണ്ഡലം സെക്രട്ടറിയാ. 12,000 ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണിത കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി നല്ലൊരു കാര്യമാണ്. അതിന് ദ്വീപ് ചേർത്ത് തന്നെ ബിഗ് സല്യൂട്ട്. ഞങ്ങൾ ഒരു കാരണവശാലും പിണറായി സർക്കാരിനെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റിയില്ല. ഈ 10 വർഷം കോവിഡ് വന്നു, നിപ്പ വന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. ഞങ്ങൾ അവർക്കെതിരെ ഒരിക്കലും ഉണ്ടാവില്ല. ശരിക്കും പെരുമ്പളത്തുകാർ ഈ പാലം കിട്ടിയത് ഞങ്ങൾക്ക് അനുഗ്രഹം തന്നെയാണ്. കിടക്കാനൊക്കെ പെണ്ണ് തരാനും അങ്ങോട്ട് കൊടുക്കാനൊക്കെ കല്യാണം വന്നാൽ മുടങ്ങും. പെരുമ്പളത്തിന് പുറത്തേക്ക് ഞങ്ങൾക്ക് പറന്ന് കിടക്കാനുള്ള ഒരു എൻ്റെ പേര് രഘുവരൻ. എൻ്റെ വീട് പെരുമ്പളം തന്നെയാണ്. ഞങ്ങളിവിടെ ജനിച്ച് വളർന്ന ആൾക്കാരാണ്. പഴയ കാലത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പെരുമ്പളം എന്ന് പറയുന്ന ഞങ്ങളൊരു ദ്വീപാണ്. ഞങ്ങൾക്ക് പുറത്ത് പോകാനായിട്ട് എന്ന് പറഞ്ഞാൽ വള്ളം മാത്രമേ ആശ്രയമുള്ളൂ ഒരു കാലത്ത്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ബോട്ട്, ജങ്കാറ് അങ്ങനെയുള്ള സംഗതിയൊക്കെ വന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പാലം വന്നു. ഞങ്ങൾ ഒരു കാരണവശാലും പിണറായി സർക്കാരിനെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റിയില്ല. ഈ 10 വർഷം കോവിഡ് വന്നു, നിപ്പ വന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. ഏറ്റവും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്ത സർക്കാരാണ്. ഞങ്ങൾ അവർക്കെതിരെ ഒരിക്കലും ഉണ്ടാവില്ല. ശരിക്കും പെരുമ്പളത്തുകാർ ഈ പാലം കിട്ടിയത് ഞങ്ങൾക്ക് അനുഗ്രഹം തന്നെയാണ്. ഒരു സംശയം വേണ്ട. ഏത് സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇപ്പം മാറി സർക്കാർ വന്നാലും ശരി, ഞങ്ങളത് പറയും പിണറായി സർക്കാരാണ് ഞങ്ങൾക്ക് ഈ പാലം തന്നത്. അടുത്ത ഇലക്ഷന് ശരിക്കും പറഞ്ഞ പിണറായി സർക്കാർ തന്നെ വന്നം, എന്നാലേ നാടിന് ഗുണമുണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞ ഒരു സംശയവും വേണ്ട കാര്യത്തിനകത്ത്. ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 25 വർഷവും ഞങ്ങള് പണിക്ക് പോണത്. ഒരുപാട് കഷ്ടപ്പെട്ട് നടന്ന് ഞങ്ങൾ വിഷമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം. ബന്ധുക്കാർക്കൊക്കെ എല്ലാവർക്കും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വരാൻ മടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ. ഈ കായലും കിടന്ന് വരാൻ ചിലർക്ക് ബുദ്ധിമുട്ടാ. ബോട്ട് കിടക്കാനൊക്കെ പെണ്ണ് തരാനും അങ്ങോട്ട് കൊടുക്കാനൊക്കെ കല്യാണം വന്നാൽ മുടങ്ങും. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കല്യാണമൊക്കെ മുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ബോട്ടേ കയറാനൊക്കെ വരുമ്പോഴത്തേക്കും. 53 വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നത്. 53 വയസ്സുണ്ട് എനിക്ക്. ഞാനിവിടെ ജനിച്ചത്. 9 മണി കഴിഞ്ഞ് ഞങ്ങൾക്ക് അക്കരെ കിടക്കാൻ പറ്റില്ല. കര കിടക്കണമെങ്കിൽ ഏതെങ്കിലും വള്ളം, എഞ്ചിൻ വെച്ച വള്ളത്തെ ആരെങ്കിലും ചെന്ന് വിളിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അക്കരക്ക് പോകാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ ഇപ്പം ഒരു 3-4-5 വർഷമായിട്ട് റെസ്ക്യൂ ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിളിച്ചാൽ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചാൽ ആ ബോട്ട് അപ്പോൾ വന്നിരിക്കും. അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സ്വപ്നതുല്യമായ സംഭവം വന്നേക്കണം. അപ്പോൾ ഇവിടം കൊണ്ട് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി 5-8 ദിവസം. പിന്നെ ഇതിലും വലിയ സന്തോഷം എന്ത് ഇനി ഇതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? ആരെന്ത് പറഞ്ഞാലും ഈ LDFന്റെ ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇനി സ്വപ്നം കാണാൻ പറ്റിയില്ല. എൻ്റെ ഇതിലാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ ഒരു സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഇനി ഉണ്ടാകാൻ പോണില്ല ഇനി ഈ ഒരു കാലത്ത്. ഇത് തന്നെയല്ലേ വരുള്ളൂ. ജനങ്ങളിപ്പോൾ എല്ലാം വിലയിരുത്തി കഴിഞ്ഞല്ലോ, ഓരോ ആവശ്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട്. ഇതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല എനിക്ക്. ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഇനിയൊന്നും പറയാനില്ല. അത് ഞാൻ നിഷ്പക്ഷമായിട്ട് നിന്നൊരു വ്യക്തിയാണ്. പക്ഷെ എനിക്കിപ്പോൾ ഈ ആവശ്യം കൊണ്ടല്ല, പല ആവശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് എനിക്ക് ഇത്രയും തോന്നിയത്. പണ്ട് നമ്മൾ ബോട്ടിലും ഇതിലൊക്കെ ഇരുന്ന് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പാലം വന്നപ്പോ ആ വഴി പോവാ. രാവിലെ ധൃതി പിടിച്ച് വായു പിടിച്ച് നേരെ ബോട്ടിൻ്റെ അടുത്ത് ജങ്കാർ ജെട്ടി ബോട്ട് ജെട്ടി എത്തും. പിന്നെ ബോട്ട് എത്തുന്നവരെ കുറേ നേരം നിൽക്കും, പോകും, ടിക്കറ്റൊക്കെ എടുത്ത് തരാം. കയറാനും കുറേ ബുദ്ധിമുട്ടുണ്ട്, കുഞ്ഞായപ്പോഴും കയറാനൊക്കെ ആയിട്ട്. ഞങ്ങളുടെ കാലത്ത് ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് യാത്രാക്ലേശവുമായി ബന്ധപ്പെട്ട്. ഞങ്ങളുടെ പിള്ളേരെയൊക്കെ 5ൽ പഠിക്കാനായിട്ട് ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ഇല്ലാത്തതുകൊണ്ട് അക്കരെ കടന്ന് ചേർത്ത്. അപ്പം ഞങ്ങളെ ഈ പരിസരത്തുള്ളവർ ഞങ്ങളെ ഒരു പ്രത്യേക ഇതിൽ വഴക്കിട്ട്, എന്തിനീ ബോട്ടൊക്കെ കടന്ന് പോകണ്ടേന്നും പറഞ്ഞ് പിള്ളേര്. അപ്പം പാലം വന്നത് കൊണ്ടേ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാവും. തൊഴിൽപരമായ കാര്യങ്ങൾ, ടൂറിസം വരും. ടൂറിസം വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു വരുമാനമാകും. ഞങ്ങളുടെ വീട് കായലരിയിലാണ്. അപ്പം ഞങ്ങൾക്ക് ഹോം സ്റ്റേ പോലുള്ള ഇതൊക്കെ തുടങ്ങാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പ്രയോജനമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാതെ ജോലിക്ക് പോകാൻ സാധിക്കുക. എത്രയോ പിള്ളേർക്ക് അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കല്യാണാലോചനകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ പിള്ളേരൊക്കെ അനുഭവിച്ചു. ഇനി ഞങ്ങൾക്ക് അതിൽ നിന്നെല്ലാം മോചനം നേടി ഈ ഒരു സർക്കാർ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പെരുമ്പളത്തിന് പുറത്തേക്ക് ഞങ്ങൾക്ക് പറന്ന് കിടക്കാനുള്ളൊരു ഇതുണ്ട്.
ഈ സർക്കാർ വന്നതുകൊണ്ട് നല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അത് സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നല്ല ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് LDF വന്നാലേ ഇതുപോലെയുള്ള ഗുണങ്ങൾ മുന്നോട്ട് ഇനിയും ഇവിടെ വികസനങ്ങളും ഉണ്ട്. അപ്പുറത്തൊരു പാലമുണ്ട്. ആ പാലം കൂടി വന്നാലേ ഞങ്ങൾക്ക് ഈ പാലം കൊണ്ടുള്ള കൂടുതൽ പ്രയോജനം ഉണ്ടാകും. അതിന് ഈ സർക്കാർ തന്നെ വന്നാലേ നടക്കുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ പെരുമ്പളം പാലം ഉദ്ഘാടനം കഴിഞ്ഞു എന്നറിഞ്ഞ് എൻ്റെ വാർത്താ പ്രാധാന്യം കണ്ട് ഇപ്പം ഈ പാലം ഒന്ന് കാണണം എന്ന വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇറങ്ങിയതാണ്. പാലം കണ്ടു, വളരെ മനോഹരമായിരിക്കുന്നു. രണ്ട് നാടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതിനേക്കാളേറെ അത്ഭുതപ്പെടുത്തിയത് ഒരു 10,000 അല്ലെങ്കിൽ 11,000 ആളുകൾക്ക് വേണ്ടിയിട്ട് 100 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ മുടക്കി ഒരു പാലം പണിത് എന്നുള്ളതാണ് അതിനകത്തെ അത്ഭുതം. ഒരു ദ്വീപായി കിടന്ന ഒരു പ്രദേശത്തെ പൊതുമണ്ഡലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന അത് വളരെ മനോഹരമായിരിക്കുന്നു. അതിന് മുന്നിലുള്ള വികാരം, അതിന് മുന്നിൽ ശ്രമിച്ച ആളുകൾ എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അത്ഭുതമാണ്. പാലം ഒരു അത്ഭുതം തന്നെയാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പാലം ഏറ്റവും മനോഹരമായി ചെയ്തിരിക്കുന്നു. ഒരുപാട് സന്തോഷം കണ്ടതിൽ. അത് കാണാൻ വേണ്ടിയാണ് വന്നത്. നമ്മളിപ്പോൾ പെരുമ്പളം പാലത്തെ പറ്റി പറയുമ്പോൾ നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി ആലപ്പുഴ പോകുമ്പോൾ MC റോഡ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഈ മൂന്നാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റോഡ് വികസന രംഗത്ത് ഉണ്ടായിരിക്കുന്ന വലിയ മുന്നേറ്റമല്ലേ. അത് നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് അത് വലിയൊരു സംഭവമാണ്. കാരണം റോഡുകൾ ഉണ്ടാവുക, അത് ഏറ്റവും മനോഹരമായിട്ട് അത് വളരെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞൊരു 10 വർഷത്തെ ആയിട്ടുള്ള നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കിന് അത് LDFന് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഈ റോഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ആരോഗ്യ രംഗം എടുത്താലും വിദ്യാഭ്യാസ രംഗം എടുത്താലും ഏത് പൊതുമണ്ഡലം എടുത്ത് നമ്മൾ താരതമ്യം ചെയ്താൽ അവിടെയെല്ലാം വളരെ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും വലിയ സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചൂരൽമല, എന്ത് വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു അവിടെ. അപ്പം അതുകൊണ്ട് ഒരു എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു സംഭവം തോന്നുന്നു കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക്. അതുകൊണ്ട് LDF വരണം എന്നുള്ളൊരു പൊതു വികാരത്തിനൊപ്പം തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവർ നിൽക്കുന്നത്. ചെമ്മീൻകളാകുമ്പോൾ ഞങ്ങളുടെ വഞ്ചിയൊക്കെ മറിഞ്ഞ് ഞങ്ങൾ ഇവിടെ ആകെ വിഷമത്തിലായിരുന്നു. ഞാൻ വന്ന കാലം തുടങ്ങി, ഇവിടെ ജനിച്ച കാലം തുടങ്ങി ബോട്ടാണ്. ഇപ്പോഴാണ് ഇപ്പോൾ ഒരു പാലമൊക്കെ വന്ന് ഞങ്ങൾ നല്ല രീതിയിലായി. ഞങ്ങൾക്കിപ്പോൾ സന്തോഷമായി. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉത്സവം പോലെ ഞങ്ങൾ കൊണ്ടു നടക്കുകയാണ്. ഈ നാട് പുരോഗമിക്കണം, ഇനി നന്നാകണം. എല്ലാവരും വന്ന് ആള് തടിച്ചു കൂടണം. ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയും ചെയ്താൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. അയ്യോ ഉത്സവം പോലെ ആയിരുന്നു ആള്. ഉത്സവം പുറകെ പോകുമായിരുന്നു, അതേപോലെ ആളായിരുന്നു. ഞങ്ങൾക്ക് ഈ വഴിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളൊരു ഈ കണ്ടത്തിൽ കൂടി നടന്നാണ് ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടിരുന്നത്. ഒരു പഞ്ചായത്തിന്റെ റോഡെന്ന് പറഞ്ഞാൽ ഈ വീതിയേ ഉണ്ടായിരുന്നുള്ളു. ആ വീതിയിൽ കൂടി നടന്നാണ് ഞാൻ ഇവിടെ കൊണ്ടുവരികയും ഒരു വഴി പോലും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു വഴിയായി, റോഡ് ഞങ്ങളുടെ മുറ്റത്തായി, എല്ലാം കൊണ്ടും നല്ല രീതിയിലായി. ഞങ്ങൾക്ക് ബസ് ഇന്ന് രാവിലെ വന്നായിരുന്നു, ഇവിടുന്ന് സർവീസ് ഉണ്ടായിരുന്നു. LDF തന്നെ വന്നാ അത് ഏറ്റവും കൂടുതൽ നല്ലത്. വന്നാൽ മതിയായിരുന്നു. ഈ നാടിന് ഒരു എന്തായിരിക്കും. അടുത്ത ഫലം തുടർ ഫലം ഉണ്ടാവണം, എങ്കിലേ ഈ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ഈ പൂർത്തീകരിച്ചില്ലെങ്കിൽ അടുത്ത ഗവൺമെൻറ് ആരാ വരുന്ന അറിയത്തില്ല. ആ ഗവൺമെൻറ് വന്നാൽ ഇപ്പം ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാവും. അതുകൊണ്ട് ഈ തുടർഫലം വന്നാൽ ഇനിയും ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അതില്ലാതായും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് അടുത്ത ഫലം മാറി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഭരണം മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ സാധാരണക്കാരുടെ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ മറ്റുള്ള ആൾക്കാർക്ക് കള്ളനും കരിച്ചന്തക്കാരനും വന്നൊരു കാര്യമില്ല. ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കുന്നൊരു ജനങ്ങൾക്ക് നല്ല രീതിയിൽ കാഴ്ചവെക്കുന്നതാണ് ഈ ഇടതുപക്ഷ സർക്കാർ. സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പെൻഷൻ്റെ കാര്യമാണെന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ ക്ഷേമ പെൻഷനും ഈ സ്ത്രീകൾ കൊടുക്കുന്ന പൈസ, പിന്നെ ഈ ചൂരൽമല പോലുള്ള വലിയ വലിയ പദ്ധതികൾ, അത് ഭയങ്കര സംഭവമാണ്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമായി ചൂരൽമല തന്നെ. അത് ഈ തുരങ്കപാത അതിനേക്കാൾ വലിയ സംഭവമായി. ഈ ജനങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഇടതുപക്ഷ സർക്കാർ. എൻ്റെ പേര് KB ജബ്ബാർ, കൊച്ചിയിൽ നിന്ന് വന്ന് ഈ പാലം കാണാൻ വേണ്ടിയാണ് വന്നത്. നല്ലൊരു പാലമാണ്. നല്ലൊരു ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തേക്കണത് ഏറ്റവും നല്ലൊരു ഉപകാരപ്രദമായ ഒരു പാലമാണിത്. ഇല്ല, എൻ്റെ അറിവിൽ ഇത്രയും നീളത്തിലുള്ള ഒരു പാലം അത് നിറവേറ്റി. 10-12,000 ജനങ്ങളുള്ളൂ എന്ന് പറഞ്ഞ ഇവിടെ. അവർക്കും വേണ്ടി തെങ്ങ് കോടികൾ മുടക്കി ഒരു പാലം വരാൻ ഏറ്റവും വലിയ. അത് വിലയിരുത്തുമ്പോൾ ഞാൻ ഒരു UDFകാരനാണ്, RSP കൊച്ചി മണ്ഡലം സെക്രട്ടറിയാണ്. അപ്പം അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാരണം ഞാൻ പ്രതിപക്ഷം കാര്യങ്ങൾ പറയാണ്ട് പ്രതിപക്ഷത്തിൽ അതിലേക്ക് പോകണ്ട. കാരണം ഇത് ഈ
12,000 ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണിത കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി നല്ലൊരു കാര്യമാണ്. അതിന് ദ്വീപ് ചേർത്ത് തന്നെ ബിഗ് സല്യൂട്ട് കൊച്ചിയുടെ വക. ഈ പ്രദേശത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാലുകുത്തുന്നത് തന്നെ. ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായ ഒരു സ്വപ്നം പോലെ തന്നെയാണ് ഞങ്ങൾക്കും ഒരു സ്വപ്നമായിട്ടാണ് തോന്നിയത് ആ കാലിവിടെ കുത്തിയപ്പോൾ. ഞങ്ങൾ ഇന്ന് വരെ ഈ പ്രദേശത്ത് വന്നിട്ടില്ല. കാരണം ഞങ്ങൾ ഈ പാലത്തിന്റെ അക്കരെ വരെ വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മണ്ണിലേക്ക് കാലുകുത്തുമ്പോൾ ശരിക്കും ഒരു സ്വപ്ന സാക്ഷാത്കാരം നമുക്ക് നേടിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ സ്വപ്നം കാണുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പറന്നു പോകാം അപ്പുറത്തേക്കുന്ന്. അത് നടപ്പായി ഈ പാലം കൊണ്ട്. ഈ 12,000 ജനങ്ങൾക്ക് അത്ഭുതമാണ്. കാരണം ഞാനിവിടെ പണ്ട് താമസിച്ചിരുന്ന കാലത്ത് ഇവിടെ ബോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പല ആളുകളും എൻ്റെ വണ്ടി കൈ കാണിച്ചിട്ട് എന്നെ ഒന്ന് അവിടെ ആക്കിത്തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവരുടെ പേരോ സ്ഥലമോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു മനുഷ്യനെന്ന നിലയിൽ അവരായിട്ട് ഞാൻ പലപ്പോഴും പെരുമ്പളം, ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററിൽ ദൂരമുണ്ട്, അവിടെ കൊണ്ട് ആക്കാറുണ്ടായിരുന്നു ആളുകളെ. കാരണം 9:15 കഴിഞ്ഞാൽ ബോട്ടില്ല, ഇവിടെ തന്നെ അന്തി ഉറങ്ങുന്നു. ഇതെല്ലാം ഏത് സമയത്തും ഞങ്ങൾക്ക് ഏത് ദ്വീപിലേക്കും പോയി ചേരാം, എവിടെയും ചെല്ലാം എന്ന ഒരു സ്വപ്നം അത് സാക്ഷാത്കരിച്ച ഏത് ഗവൺമെന്റ് ആയാലും നന്ദി പറയുന്നു, ഒരുപാട് നന്ദി പറയുന്നു അവരോട്. എൻ്റെ പേര് ജോസി എന്നാണ്. ഞാനും എൻ്റെ അനുജത്തിയുടെ ഫാമിലി ഞങ്ങൾ പാലം കാണാനും ഈ പ്രകൃതി ഭംഗിക്ക് ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. എന്തായാലും ഇത്രയും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കായലിൻ്റെ ഭംഗി, സായാഹ്ന സൂര്യൻ്റെ ഭംഗി എല്ലാം വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാനും നല്ല കാറ്റേറ്റ് നമ്മുടെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് മനസ്സൊക്കെ നല്ല കുളിർമപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ഈ സായാഹ്നം ആസ്വദിക്കാൻ യാത്രയിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. ധാരാളം വികസന പ്രവർത്തനങ്ങളിലൊക്കെ LDF ഗവൺമെൻറ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായും നമുക്ക് ഒരു 100% മാർക്കൊന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും മിക്കവാറും ജനങ്ങളുടെ വികസനത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു LDF. പെരുമ്പളം ആയിട്ടുള്ള ഈ പാലത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, പാലം ഈ പെരുമ്പളം നിവാസികളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. അതിപ്പോൾ കുറച്ച് നാളുകൊണ്ട് മാത്രമായിട്ട് ഈ പാലം നിർമ്മാണം തീർന്നതിൽ ഏവർക്കും സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പെരുമ്പളം നിവാസികൾക്ക് നല്ല സന്തോഷമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളും സന്തോഷിക്കുന്നു. ഭരണം ആര് ഭരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ആൾക്കാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മളതിനെ കാണുന്നത്. ഭരണം ആരോ ആയിക്കോട്ടെ, പക്ഷേ ഈ ഭരണാധികാരികൾ ഈ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ പിന്നെ പോവുകയാണെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പൂർത്തീകരണം ഉണ്ടാവും. 10 കൊല്ലത്തിൻ്റെ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വികസന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാലം മാത്രമല്ല, നമ്മൾ ഈ 10 വർഷം ആരോഗ്യമേഖലയായാലും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും കിഫ്ബി വഴി ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ വികസന പ്രവർത്തനങ്ങൾ LDF സർക്കാരിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. LDF തന്നെ ആയിരിക്കണമല്ല. ഇത്രയും ചെയ്തിട്ട് ജനങ്ങൾ LDF സർക്കാരിനെ വിജയിപ്പിക്കാതിരിക്കില്ല. സാധാരണക്കാർക്ക് ഇനി പെൻഷൻ കിട്ടണമെങ്കിലും ആരോഗ്യ മേഖലയിൽ നിന്നുള്ള സേവനം കിട്ടുന്നെങ്കിലും എല്ലാം LDF സർക്കാർ വന്നാലേ ജനങ്ങൾക്ക് ഗുണകരമാവുള്ളൂ. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ കായലിന് നടുവിൽ കൂടി ഇത്ര മനോഹരമായിട്ടൊരു പാലം ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പം നമുക്കത് കാണണം. ഇവിടെ വന്നപ്പോഴാണ് വളരെ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. വലിയ മോശമില്ലാത്ത തരത്തിലുള്ള ഒരു ഇത് തന്നെയാണ് ഭരണം കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം പെൻഷൻ കാര്യങ്ങളാണെങ്കിലും മറ്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല അഭിപ്രായം തന്നെയാണ്. ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് തന്നെ ഇനിയും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പള്ളുരുത്തിൽ നിന്നാണ് വരുന്നത്. ഇവിടെ എനിക്ക് പെരുമ്പളത്ത് സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ട് വന്നിരുന്നത് ഈ ബോട്ടിനാണ് പോയിക്കൊണ്ടിരുന്നത്. വന്ന് തിരിച്ചു പോരുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും ബൈക്കിനൊക്കെ വന്നാലും ഇവിടെ ബൈക്ക് വെച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ബോട്ടിനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു. പിന്നെ കൂടാതെ ഈ പാലം വന്നതുകൊണ്ട് ഒരുപാട് ഇവിടെ ജനങ്ങൾക്ക് വളരെയധികം നൂറ്റാണ്ടുകളായിട്ട് അവർക്കുണ്ടായിരുന്ന അവരുടെ സ്വപ്നം വളരെ സാക്ഷാത്കരിക്കപ്പെട്ട പോലെയാണ്. എറണാകുളം പോകാനും മറ്റ് ജോലിക്ക് പോകാനും ഒക്കെ എളുപ്പം കഴിയും. പിന്നെ നമ്മളിവിടെ ഒരു രോഗാവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ആംബുലൻസ് വരാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അതിപ്പോൾ വളരെ യാഥാർത്ഥ്യമായി. വലിയൊരു സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. 10 വർഷത്തെ ഭരണം വളരെ നല്ലൊരു
രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും LDF സർക്കാർ ജനങ്ങളൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ്. അത് ഇതുവരെയും അങ്ങനെയാണ്. സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് LDF. നല്ല ഭരണമായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പോട്ടെ. നമ്മളിത് തന്നെ വിചാരിക്കുന്നത് ഇതുപോലത്തെ ഭരണം തന്നെ അടുത്ത പ്രാവശ്യം കാഴ്ചവെക്കുക, ഒരു അഴിമതിയും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. 10 വർഷമായിട്ട് നല്ല ഭരണമാണ്. കഴിഞ്ഞ വർഷവും ഈ കഴിഞ്ഞ 5 വർഷവും ഇപ്പോഴത്തെ പുതിയ ഈ പിന്നീട് വന്ന 5 വർഷവും നല്ല ഭരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതിന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ടല്ലോ. ഒത്തിരി പാലങ്ങള്, റോഡുകള്, ആശുപത്രികള്, അങ്ങനെ പല മേഖലയിലും നല്ല പുരോഗതി കൈവരിച്ചിട്ടുള്ള സംസ്ഥാനമായിട്ട് കേരളം തോന്നുന്നുണ്ട്. അടുത്ത പ്രാവശ്യം LDF തന്നെ ഭരണത്തിൽ വരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. 10 കൊല്ലത്തെ ഭരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാമല്ലോ. നമുക്ക് നാടിൻ്റെ വികസനങ്ങൾ കാണുമ്പം തന്നെ അറിയാം. എല്ലാ മേഖലകളിലും റോഡുകളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണേലും ആരോഗ്യരംഗമാണേലും എല്ലാ മേഖലയിലും സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി നല്ല വികസനമാണ് കേരളത്തിൽ 10 വർഷമായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈയിടെ നമ്മൾ അറിഞ്ഞ ആനയ്ക്കാൻ പോയി തുരങ്കപാതയുടെയൊക്കെ അപ്പോൾ ഒരുപാട് വികസനങ്ങൾ വീണ്ടും വരണമെങ്കിൽ, വീണ്ടും നമ്മുടെ നാടിനും നാട്ടുകാർക്കും വികസനം വരണമെങ്കിൽ വീണ്ടും ഒരു LDF സർക്കാർ വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തുടങ്ങി വെച്ച പല പദ്ധതികളും മനോഹരമായിട്ട് പൂർത്തീകരിക്കുവാനും പുതിയ ജനക്ഷേമകരമായ കാര്യങ്ങൾ ഇവിടെ ഈ നാട്ടിൽ വരുത്തുവാൻ സർക്കാരിന് സാധിക്കും. അത് 100% ഉറപ്പാണ്. ഭരിക്കാനുള്ള വെച്ചാൽ കൊറോണ വന്നു, ആദ്യം പ്രളയം വന്ന്, ആദ്യം പ്രളയം, അതിന് 18 കൊറോണ വന്നു. കൊറോണ വന്നപ്പോഴും ലോക്ക്ഡൗൺ വന്നപ്പോഴത്തേക്കും എല്ലാ രീതിയിലും തൊഴിൽ സംബന്ധമായ രീതിയിലും വ്യവസായ രീതിയിലും ഇപ്പം ഞാനൊക്കെ അന്ന് എൻ്റെ ഷെഡിൽ പോലും ഒരു മീറ്റർ അകലം ഇരിക്കാവുള്ളൂ. അപ്പോൾ 80 പേര് ഇരുന്നിടത്ത് 30 പേര് ഇരിക്കണം. അപ്പോൾ ആ വ്യവസായം തകർച്ചയിലേക്ക് പോയി. അങ്ങനെയൊക്കെ സംഭവമുണ്ട്. ആ കാലഘട്ടം തരണം ചെയ്ത് വന്ന പിന്നെ കഴിഞ്ഞാണ് പിന്നത്തെ പിണറായി സർക്കാർ വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് നാടിന്, നമ്മുടെ കേരളത്തിന് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇപ്പോഴും നല്ല സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് പല രീതിയിലും. പക്ഷെ ഈ പാലത്തിന് ഇങ്ങനെ ഈ ഫണ്ട് വന്നത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ആ സൊസൈറ്റിക്ക് കഴിവ് കൊണ്ടും പിന്നെ ഇവിടുത്തെ പ്രതിനിധികളായ ആളുകളുടെ അവർ ഏറ്റവും കൂടുതൽ അതിനകത്ത് പാലത്തിന് വേണ്ടിയിട്ട് മന്ത്രിമാരേലും കൂടുതൽ പ്രവർത്തിച്ചത് AM ആരിഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ MLA, പെരുമ്പളത്തെ MLA ആണ് ഏറ്റവും കൂടുതൽ ഈ പാലത്തിന് വേണ്ടിയിട്ട് ഓഫീസുകളിൽ കയറി ഫയൽ നീക്കാനും പിന്നെ ഈ സ്ഥലം കൊടുത്തവരുടെ പ്രതിസന്ധികളെയൊക്കെ നീക്കം ചെയ്യാനായിട്ട് വീടാന്തരം കയറി ഇറങ്ങി ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണാനൊക്കെ മുൻപന്തിയിൽ നിന്ന ആളാണ് ആരിഫ് MLA. അതെപ്പോഴും ഞങ്ങൾ ആദരിക്കുന്ന കൂടുതലാണ്. അല്ല ചെന്നാൽ ഹോസ്പിറ്റലുകളിലെ മരുന്നുകൾ സർക്കാർ ഇങ്ങനെ മാറി മാറി വരുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള പിന്നെ ഭരണം വന്നെങ്കിലേ ജനഹിതമാവുള്ളൂ. അല്ലെ ജനഹിതമാകുകയല്ല. ജനങ്ങളെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നുകൊണ്ട് ഒരു കാലഘട്ടത്തിലൊക്കെ മുറിഞ്ഞ ചന്ദ്രന്റെ കഴുകി കിട്ടുന്ന തുണി പോലും ഉണ്ടാകില്ല. ഇലക്ഷന് ജയിക്കേണ്ടത് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ LDF ആണ് ജയിക്കേണ്ടത്. പിന്നെ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ചിന്തിക്കുന്നവരും ഉണ്ടാവുമല്ലോ. അപ്പം പൂർണ്ണമായിട്ടും അത് പറയാൻ പറ്റിയില്ല. ചിന്തിക്കുന്നവർക്ക് ചെയ്യേണ്ടത് LDFനാണ് വോട്ട് ചെയ്ത് ജയിക്കേണ്ടത്. ഭരണം നിലനിർത്തേണ്ടതും LDFൻ്റെ നിലനിർത്തേണ്ടതാണ് ജനങ്ങളുടെ ആവശ്യം. കാരണം ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നു, അതുപോലെ തന്നെ സൗജന്യമായിട്ടുള്ള മരുന്നുകൾ കിട്ടുന്നു, ആശുപത്രി സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങളെല്ലാം ഒട്ടനവധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം മറക്കാൻ പറ്റാത്തതാണ് സ്ഥിതി. പിന്നെ നന്ദികേട് കാണിക്കുന്ന ആൾക്കാരും ഉണ്ടാവില്ലേ?